പുതിയ വർഷത്തെ ആദ്യത്തെ യാത്ര അതങ്ങ് ഭക്തിമാർഗം തന്നെ ആയിക്കോട്ടെ. എന്താന്ന് വെച്ചാൽ ഞാനായിട്ട് പിടിച്ച വള്ളികളെല്ലാം വെട്ടി മാറ്റി തരണമേ. വള്ളികളിലേക്ക് ഞാൻ ഓടിയെടുക്കുമ്പോൾ എന്നെ എറിഞ്ഞിടണേ. മൊത്തത്തിൽ നട്ടം തിരിഞ്ഞ് വള്ളിയും പുള്ളിയൊക്കെ തെറ്റിപ്പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ എന്തായാലും ഭക്തിമാർഗം. അങ്ങനെ ട്രിവാൻഡ്രം സെന്ററിൽ എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിനൊന്ന് കാണാനായിട്ട് പറ്റുന്നത്. അന്നേരം എന്റെ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞു, നീണ്ടു നിവർന്ന് ദേ കിടക്കുന്നവൻ ട്രെയിൻ ചാടി അതി കയറി. ഇനി തെക്കോട്ടോയാലും വടക്കോട്ടോയാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. എന്നെ സൈഡാക്കി ഇവർ രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. എത്തി മക്കളെ എത്തി. അങ്ങനെ നീണ്ട 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് അമ്പലത്തിലെത്തി. തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്ന് ഒരു കാപ്പി വാങ്ങിച്ചിട്ട് അമ്മയുടെ ഒരു ചോദ്യം, കാപ്പി എങ്ങനെയുണ്ട്? കാപ്പി ചെയ്യുന്നതാന്ന് ബസ് കുടിച്ചപ്പോ തന്നെ മനസ്സിലായി. ക്ലോക്ക് റൂം കണ്ടുപിടിക്കാനൊന്നും പാടൊന്നും ഇല്ലെന്ന്. എല്ലാ സൈഡിലും ഉണ്ട് ഓരോ ക്ലോക്ക് റൂം. ഒരു വലിയ നദി, അതിൽ നിന്ന് ചെറിയ ചെറിയ നദികൾ സ്പ്ലിറ്റായി പോകുന്നു. അതുപോലെയായിരുന്നു ഈ ആദ്യം ഒറ്റ ഒരു വലിയ വരിയായിരുന്നു. അതിൽ നിന്ന് സ്പ്ലിറ്റായി ഇപ്പൊ 4-5 വരികളായിട്ടൊക്കെ മാറിയിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ നൈസായിട്ട് തള്ളിക്കയറുന്ന വേറെ പല ആൾക്കാരുകളൊക്കെ ഉണ്ട്. അങ്ങനെ കിട്ടി മൊയിലാളി, നമുക്കും കിട്ടി പാസ്. നമ്മൾ 8 പേരുണ്ടായിരുന്നു. 8 പേർക്കും പാസ് കിട്ടി. കയറി തൊഴുത ശേഷം തിരിച്ചിറങ്ങി. കണ്ണ് തെറ്റിയ വല്ല വഴിപാട് കൗണ്ടറിലോ കടകളിലോ കയറിപ്പോ. ആര്? ഞാൻ. അതുകൊണ്ട് ആന്റി എന്റെ കയ്യിൽ നിന്ന് വിടാതെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. രണ്ടടാ നോക്കിയേ. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും CID മൂസ സിനിമയിലെ തുരപ്പം കൊച്ചുണ്ണിയുടെ വീട്ടിനകത്ത് കയറിയ ബിന്ദു പണിക്കറായിട്ട് ഞാൻ ഒരു നിമിഷം മാറി. ഓരോന്നായിട്ടെടുത്ത് ഞാൻ ഓരോ കടയിലും വില ചോദിച്ചപ്പോഴും മൊത്തത്തിൽ എന്റെ കിളികളെല്ലാം പറഞ്ഞു. ഇനി അവിടെ നിന്ന് ബാക്കി കിളികളും കൂടെ പറന്നു പോകുന്ന മനസ്സിലായപ്പോഴത്തേക്കും അടുത്ത ഓട്ടോയ്ക്ക് ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. ടിക്കറ്റ് എടുത്ത് നിന്നപ്പോഴത്തേക്കും ട്രെയിനിലെത്തി. നമ്മളിനി എന്ത് ചെയ്യുമല്ലേ? 2 ഹോളുള്ള വടയും കഴിച്ച് ലേറ്റ് ആയ ട്രെയിനിയും കുറ്റം പറഞ്ഞിരിക്കാന്ന് വെച്ചു. ലൈഫിൽ ആദ്യമായിട്ടോ ഞാൻ ഇതിന്റെ മേളിൽ കയറിയിരിക്കുന്നത്. പേടി കാരണം ഞാൻ ഇതുവരെ ഇതിന്റെ മേളിൽ കയറിയിട്ടില്ല. പക്ഷെ കയറി കഴിഞ്ഞപ്പോഴേ മനസ്സിലായത് മുകളിലിരുന്ന താഴെയുള്ള എല്ലാരെയും നമുക്ക് കാണാം. ലോക്കോ പൈലറ്റ് ഇടയ്ക്കിടയ്ക്ക് നെട്ടോന്നുള്ളത് ഇങ്ങനെ ഒരു കുലുക്കൊക്കെ കാണാം. അങ്ങനെ നീണ്ട 5.5 മണിക്കൂറിലെ ട്രെയിൻ വായ്നോട്ടത്തിന് ശേഷം ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും പേരുമാണ് അമ്പലത്തിൽ തൊഴുവാനായിട്ട് പോയത്. അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിഷമങ്ങളും ഒക്കെ കേട്ടിട്ടുള്ള ലൈഫിലെ ആദ്യത്തെ ഒരു യാത്ര. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ജീവിക്കാൻ സ്വപ്നം കണ്ട ജീവിതം നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചു തീർക്കും. ഓക്കെ ബൈ.